കേരളത്തിന്റെ ഇടത് വലത് മുന്നണികളെ പോലെ പ്രഖ്യാപനങ്ങൾ കാറ്റിൽ പറത്തുന്ന നിയമമല്ല ബി.ജെ.പിയുടേതും നരേന്ദ്രമോദി സർക്കാരിന്റേതും. പറയുന്നത് എന്താണോ അത് നടപ്പാക്കുന്ന പ്രതിജ്ഞാബദ്ധരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊപ്രയുടെ താങ്ങുവില കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇരട്ടിയായത്. ഇന്ന് 2024 സീസണിലെ കൊപ്രയുടെ താങ്ങുവില പുതുക്കി നിശ്ചയിക്കുകയുണ്ടായി. മുൻ സീസണിനെ അപേക്ഷിച്ച് മില്ലിംഗ് കൊപ്രയ്ക്ക് കിറ്റിലിന് 300 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് കിറ്റിലിന് 250 രൂപയുമാണ് വർദ്ധിച്ചത്. കേരം തിങ്ങും കേരള നാട്ടിലെ നാളികേര കർഷകർക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ 50 ലക്ഷത്തോളം ആളുകളാണ് നേരിട്ടോ പരോക്ഷമായോ നാളികേരവുമായി ബന്ധപ്പെട്ട കാർഷിക വൃത്തിയിലും വ്യവസായങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളത്. 2018-19 യൂണിയൻ ബഡ്ജറ്റിൽ കർഷകർക്ക് ആദായമായ വലിയ ലാഭമുണ്ടാക്കുന്നതിന് എല്ലാ വിളകളുടെയും അഖിലേന്ത്യാ ഉൽപ്പന്ന ചെലവിന്റെ 1.5 മടങ്ങ് എന്ന നിലയിൽ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ വർധനവ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ മില്ലിംഗ് കൊപ്രയ്ക്ക് കിൻഡലിന് 5250 രൂപയും ബാൾ കൊപ്രയ്ക്ക് 5500 രൂപയുമായിരുന്നു വില. എന്നാൽ പുതിയ MSP പ്രകാരം ഇവ യഥാക്രമം 11,160 രൂപയായും 12,000 രൂപയായും മാറും. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന ആപ്തവാക്യത്തിലൂന്നി ജനങ്ങൾക്ക് നൽകിയ പ്രഖ്യാപനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ്. ഇതെല്ലാം തിരിച്ചറിയുന്ന കേരളത്തിലെ പ്രബുദ്ധ ജനത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന ഒറ്റ തീരുമാനം കൂടി എടുത്താൽ മതി കേരളത്തിന്റെ തലവര മാറിമറിയാൻ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.